അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് സന്ദർശനം വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയതാണ്. ഓരോ രാജ്യങ്ങളിലും ഇതുപോലെ പ്രാധാന്യമുള്ള ചില വിദേശ ഭരണാധികാരികൾ വരുമ്പോൾ ആ രാജ്യത്തിൻ്റെ തനതായ ചില കലാരൂപങ്ങൾ കാണിച്ചും അദ്ദേഹത്തെ സ്വീകരിക്കാറുണ്ട്. ഇന്ത്യയിൽ അനവധി വിദേശ ഭരണാധികാരികൾ ഇതുപോലെ വന്നിട്ടുള്ളപ്പോൾ ഇത്തരം കലാരൂപങ്ങൾ എയർപോർട്ടിലും മറ്റുമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹം ഗൾഫിൽ വന്നപ്പോൾ വളരെ വിചിത്രമായ ഒരു നൃത്തം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ ചാനലുകളിലൂടെയും കണ്ടിട്ടുണ്ടാകും. ആ നൃത്തം എന്താണ് എന്ന് പലർക്കും അറിയില്ല. അദ്ദേഹം ഖത്തറിൽ വന്നപ്പോഴും UAE വന്നപ്പോഴും ഒക്കെ ഈ നൃത്തം അവതരിപ്പിച്ചുകൊണ്ടാണ് ട്രംപിനെ അവിടുത്തെ ഭരണാധികാരികൾ വരവേറ്റത്. സ്ത്രീകൾ ഇങ്ങനെ തലമുടി അഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി ചെയ്യുന്ന ഒരു പരമ്പരാഗത നൃത്തരൂപം. ഇത് ഗൾഫിലെ ഒരു പരമ്പരാഗത നൃത്തരൂപമായ അൽ അയ്യാല, അതിനെ ഖിലീജി എന്നും അറിയപ്പെടുന്നു. ഈ നൃത്തം യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരമ്പരാഗത കലാരൂപമാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഒമാൻ, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് പ്രാധാന്യത്തിലുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിലെ തുമ്പിതുള്ളലിലും മറ്റും സ്ത്രീകൾ മുടിയഴിച്ചിട്ട് ഇങ്ങനെ തല കറക്കി ചെയ്യുന്ന ഒരു കലാരൂപമുണ്ടല്ലോ, അതുപോലെ അവിടെ ഗൾഫിലും സ്ത്രീകൾ നിന്നുകൊണ്ട് അവരുടെ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വളരെ നിരനിരയായി നിന്നുകൊണ്ട് മുടി ഇതുപോലെ വശങ്ങളിലേക്ക് കറക്കിയും മറ്റും ചെയ്യുന്ന ഒരു കലാരൂപം നമ്മൾ കണ്ടു. അതിനോടൊപ്പം കവിതയും ചൊല്ലുന്നുണ്ട്. മറ്റൊരു വീഡിയോയിൽ UAE പ്രസിഡന്റ് കൊട്ടാരമായ ഖസർ അൽ വദനിൽ സ്ത്രീകൾ നിരന്നു നിൽക്കുന്നു. നടുക്ക് അതിൻ്റെ മധ്യത്തൂടെ ട്രംപ് കടന്നു വരുന്നു. ഈ സ്ത്രീകൾ ആ സമയത്ത് വളരെ നീണ്ട മുടിയുള്ള സ്ത്രീകൾ ആ സമയത്ത് പ്രസിഡന്റ് കടന്നു പോകുമ്പോൾ പുരുഷന്മാർ വായിക്കുന്ന ഡ്രമ്മിൻ്റെ താളത്തിനൊത്ത് ഈ മേൽ പറഞ്ഞ പോലെ അവർ അഴിച്ചിട്ട മുടിയോടുകൂടി തല അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുകയും ചെയ്യുന്നു. അൽ അയ്യാല എന്താണ്? വടക്ക് പടിഞ്ഞാറൻ ഒമാനിലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും ഈ അൽ അയ്യാല നൃത്തം ജനപ്രിയമാണ്. ഈ പരമ്പരാഗത നൃത്തത്തിൽ പങ്കെടുക്കുന്നവർ നൃത്തം ചെയ്യുമ്പോൾ കവിത ചൊല്ലുകയും ഡ്രംസ് വായിക്കുകയും ചെയ്യുന്നു. ഒരു യുദ്ധരംഗം അനുകരിക്കാൻ വാളുകളോ മുളങ്കമ്പുകളോ വഹിച്ചുകൊണ്ട് പുരുഷന്മാർ പരസ്പരം അഭിമുഖമായി 2 നിരകളായി നിൽക്കുന്നു. ആ മുളങ്കമ്പുകൾ ഉപയോഗിക്കുന്നത് തന്നെ വാളിനെയോ കുന്തത്തെയോ ഒക്കെ പ്രതിനിധീകരിക്കാനാണ് അവർ ഈ മുളങ്കമ്പ് ഉപയോഗിക്കുന്നത്. അവ സംഗീതത്തിൻ്റെ താളത്തിനനുസരിച്ച് തലയും ഈ മുളങ്കൊമ്പുകൾ അല്ലെങ്കിൽ വാളുകളും ചലിപ്പിക്കുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ സ്ത്രീകൾ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച് മുന്നിൽ നിന്ന് നൃത്തത്തിൽ പങ്കെടുക്കുന്നു. സംഗീതത്തിനൊപ്പം അവർ തല ചലിപ്പിക്കുന്നു. ഈ നൃത്തം എപ്പോഴാണ് അവതരിപ്പിക്കുന്നത്? അൽ അയ്യാല പ്രധാനമായും വിവാഹ സമയത്താണ് അവതരിപ്പിക്കുന്നത്. ഒമാൻ സുൽത്താനേറ്റിലെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെയും ആളുകൾ ഉത്സവ അവസരങ്ങളിലും ഇത് അവതരിപ്പിക്കുന്നു. അൽ അയ്യാല എല്ലാ പ്രായക്കാർക്കും സാമൂഹിക വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഈ പുരാതന നാടോടി നൃത്തത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ നൃത്തം ഗോത്രവർഗക്കാരുടെ ഐക്യത്തെയും ധൈര്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു. യുദ്ധവിജയങ്ങളുടെയും സാഹസിക കൃത്യങ്ങളുടെയും ഓർമ്മ പുതുക്കുന്നതിനും ആഘോഷിക്കുന്നതിനും ഈ നൃത്തം അവതരിപ്പിക്കുന്നു. പണ്ടുകാലത്ത് മുങ്ങൽ വിദഗ്ധർ ദീർഘകാലത്തെ കടൽ യാത്രകൾക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ അവരെ സ്വാഗതം ചെയ്യാനും ഈ നൃത്തം അവതരിപ്പിക്കുന്നു.